പ്രിയ വിദ്യാർത്ഥികളെ, JNM ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു വലിയ സദസ്സിൽ വെച്ച് നിങ്ങളെ നേരിട്ട് അഭിനന്ദിക്കുമായിരുന്നു. സാരമില്ല പ്രിയ കൂട്ടുകാരെ, നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ നേടിത്തന്ന ഈ വിജയത്തിൽ യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടുന്നത് ഞങ്ങൾ അധ്യാപകരും ഈ സ്കൂളുമാണ്. ഇനിയും ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ഒരു നല്ല വ്യക്തിത്വത്തിനുടമകളായി വളരാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ SSLC, +2, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മുഴുവൻ പേർക്കും സ്കൂൾ PTA കമ്മിറ്റിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ വർഷവും സ്കൂളിൽ വെച്ച് നടക്കുന്ന പ്രൗഢഗംഭീരമായ പ്രശസ്തർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ചാണ് വിജയികൾക്ക് അനുമോദനം നൽകാറുള്ളത്. എന്നാൽ ഈ വർഷം രോഗഭീതി മൂലം നേരിട്ടുള്ള പരിപാടി നടക്കില്ലെങ്കിലും ഓൺലൈനായി വിജയികളെ അനുമോദിക്കണമെന്ന് തന്നെയാണ് PTA കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ നമ്മുടെ സ്കൂളിലെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിലൂടെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും നേടിയെടുത്ത ഈ അഭിമാനകരമായ വിജയത്തിന് നിങ്ങളേവരെയും ഞാൻ PTA കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ വിജയത്തിൻ്റെ ഓർമ്മയിലേക്ക് PTA കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു എളിയ ഉപഹാരം സ്കൂളിൽ വെച്ച് സമയവും സന്ദർഭവും അനുസരിച്ച് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ മുഖച്ഛായ ഒന്നാകെ മാറുകയാണ്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾ നേടാനിരിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ വിജയങ്ങൾക്കും നമ്മൾ സ്കൂളിലെ അനുഭവ പാഠങ്ങൾ നിങ്ങൾക്ക് ഉൾക്കരുത്താകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, JNM ഹയർ സെക്കൻഡറി സ്കൂളിനെ 2019-20 വർഷത്തിൽ വടകരയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളൊന്നാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഉന്നത വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികളെ നിങ്ങളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വളരെ മികച്ച രീതിയിൽ നാട്ടുകാരുടെയും PTA-യുടെയും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ചാണ് നിങ്ങളെ സാധാരണഗതിയിൽ അനുമോദിക്കാറുള്ളത്. പക്ഷേ ഈ വർഷം ഈ കൊറോണ എന്ന മഹാമാരി നമ്മളെ അനുവദിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഏതായാലും വടകര മേഖലയിൽ മികച്ച വിദ്യാലയമാക്കി നമ്മുടെ വിദ്യാലയത്തെ മാറ്റാൻ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകൾ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളോടുള്ള ഒരു കടപ്പാടും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ വർഷം SSLC പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്, ഓരോ വർഷവും നമ്മുടെ റിസൾട്ട് വർദ്ധിച്ച് വരികയാണ്. A+ൻ്റെ ഒക്കെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. ഈ വർഷം ചരിത്ര വിജയം JNM ഹയർ സെക്കൻഡറി സ്കൂളിന് സമ്മാനിച്ചു കൊണ്ടായിരിക്കണം ഈ ഒരു അസാധാരണ സാഹചര്യത്തിലും നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് കടന്നു പോകേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ, കഠിന പ്രയത്നം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ നിങ്ങളുടെ അധ്യാപകരും PTA-യും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പും നാട്ടുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഒരു നല്ല റിസൾട്ട്, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയുള്ള റിസൾട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാൻ മുഴുവൻ ആളുകളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2019-20 ഹയർ സെക്കൻഡറി, SSLC, NMMS തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവർക്ക് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണിവിടെ നടക്കുന്നത്. ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, പ്രധാനാധ്യാപകൻ ബാബു മാസ്റ്റർ, ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, PTA പ്രസിഡന്റ്, മറ്റ് അധ്യാപകർ, വിദ്യാലയത്തിലെ അഭ്യുദയകാംക്ഷികളായ വ്യക്തികൾ, രക്ഷിതാക്കളെ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ SSLCക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുള്ളതാണ് ഈ വിദ്യാലയം. നെഹ്റുവിന് വിദ്യാർത്ഥികളെ ഏറെ ഇഷ്ടവുമാണ്. തൻ്റെ കാലഘട്ടത്തിൽ സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് വളർത്തിയെടുത്ത പ്രധാനപ്പെട്ട ക്രാന്തദർശിയായ, ദാർശനിക ബുദ്ധിയുള്ള, പ്രതിഭാശാലിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയവും ആ മികച്ച കാഴ്ചപ്പാടിലൂടെ തന്നെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 58 പേരാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടി മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നത്. അതിൽ 13 പേർക്ക് 9 വിഷയങ്ങളിൽ A+മാണ്. ഹയർ സെക്കൻഡറിയിൽ പരീക്ഷ എഴുതിയ 22 പേർ മുഴുവൻ വിഷയങ്ങളിലും, 25 പേർ 90% മുകളിൽ വിജയം നേടിയവരുമാണ്. അതുപോലെ തന്നെ NMMS മേഖലയിൽ 3 പ്രതിഭകളെ കൂടി നിങ്ങളുടെ വിദ്യാലയത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമമുണ്ട്. അധ്യാപകരുടെ ചിട്ടയായ പഠന പ്രവർത്തനങ്ങളുണ്ട്. രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ ശ്രമവും അവരുടെ ലക്ഷ്യബോധവും ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അല്ലാതെ മികച്ച വിജയത്തിലേക്ക് കടക്കാൻ കഴിയില്ല. മാത്രമല്ല, കായിക മേഖലയിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മികച്ച പ്രവർത്തനമാണ് വടകരയിൽ ഈ വിദ്യാലയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ മികവാർന്ന വിജയം നിങ്ങളെ വീണ്ടും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളായ വ്യക്തികളൊക്കെ തന്നെ ഈ ചടങ്ങിനുണ്ട്. ഉപഹാര സമർപ്പണം എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി മേഖലയിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർ അഡ്മിഷൻ തേടുകയാണ്. ഹയർ സെക്കൻഡറി വിജയിച്ച വിദ്യാർത്ഥികൾ ഡിഗ്രി മേഖലയിലേക്ക് അഡ്മിഷൻ നേടുന്നു. NMMSകാർ വിജയലക്ഷ്യം നേടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 3 വിഭാഗത്തിൻ്റെയും ലക്ഷ്യബോധവും വിജയ ശതമാനവും വഴി കാട്ടേണ്ടത് ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ SSLC വിദ്യാർത്ഥികളെയുമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. അത് ഓൺലൈൻ പഠന മേഖലയാണ്. അധ്യാപകർക്ക് മുഴുവൻ സമയവും നിങ്ങളെ ഇതുവരെയായിട്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിദ്യാലയം തുറക്കുന്ന സമയത്ത് അവരുടെ കൈത്താങ്ങ് നിങ്ങൾക്ക് ലഭ്യമാകും. എങ്കിലും 100% വിദ്യാർത്ഥികളും മുഴുവൻ വിദ്യാർത്ഥികളും
മികച്ച വിജയം നേടാൻ ആവശ്യമായ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അധ്യാപകർക്ക് സഹായിക്കാൻ കഴിയുന്ന മേഖലയിൽ അവർ കൈത്താങ്ങായി കൂടെയുണ്ട്. രക്ഷിതാക്കളാണ് നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ളത്. ഏത് മേഖലയിലായാലും അധ്യാപകർ നൽകുന്ന ഓൺലൈൻ പഠന പ്രവർത്തനങ്ങൾ, ഫസ്റ്റ് ബെൽ ക്ലാസുകൾ, രക്ഷിതാക്കളുടെ കൈത്താങ്ങുകൾ ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് ഈ വർഷത്തേതിൽ നിന്ന്, അല്ലെങ്കിൽ 19-20 വർഷത്തിലെ വിദ്യാർത്ഥികൾ നേടിയതിനേക്കാൾ 1% വിദ്യാർത്ഥികൾ വിജയശതമാനം വളർത്തിക്കൊണ്ടുവരണം. അതിലായിരിക്കും ഈ അധ്യാപകരുടെ സന്തോഷം. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിന് എത്തിയിരിക്കുന്നത്. ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓരോ പ്രതിഭയ്ക്കും വിദ്യാലയം ഒരുക്കി വച്ചിരിക്കുന്ന ഈ ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകന്മാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, JNM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2019-20 അധ്യയന വർഷം വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഈ ചടങ്ങ് നടത്തേണ്ടി വന്നു എങ്കിലും ഈ ഉന്നത വിജയികളെ അനുമോദിക്കാൻ നാം കാണിച്ച ഈ മഹാമാന്യത മറ്റുള്ളവർക്ക് മാതൃകയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കാലത്തെയും നാം അതിജീവിക്കും. ഈ അതിജീവന സമരത്തിൽ നാം എല്ലാം പങ്കാളികളാണ്. അതോടൊപ്പം കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മുടെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും നേടിയെടുത്ത വിജയം വളരെ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ സർവ്വമേഖലയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ പൊലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ഈ ഒരു ചടങ്ങിൽ നേരിട്ടല്ലെങ്കിലും പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അക്കാദമിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് SSLC പരീക്ഷ. അതിൽ ഉന്നത വിജയം നേടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എക്കാലത്തെയും വലിയ ഒരു നേട്ടമായി തന്നെ പരിഗണിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു പരീക്ഷകൾക്കൊന്നുമില്ലാത്ത പ്രാധാന്യം ഇപ്പോഴും SSLC പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിഷയങ്ങളിലും 90% മുകളിൽ മാർക്ക് നേടുമ്പോഴാണല്ലോ A+ കിട്ടുക. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു പ്രയത്നത്തിന് കിട്ടിയ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെ അതിശക്തമായ പ്രയത്നമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെ കൂടി നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരുന്നുകൂടാ. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരുന്ന നിങ്ങളുടെ രക്ഷാകർത്താക്കളെയും അതേപോലെ തന്നെ നമ്മുടെ PTA കമ്മിറ്റിയൊക്കെ, അവർക്കൊക്കെയുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചില വിഷയങ്ങളിൽ 1-2 വിഷയങ്ങളിൽ A+ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇനിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. ഈ കുറവുകളൊക്കെ നമുക്ക് പരിഹരിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയില്ലെങ്കിലും ഉന്നത വിജയം നേടിയ ഒട്ടനവധി കൂട്ടുകാർ നമ്മുടെ സ്കൂളിലുണ്ട്. അവരുടെ കൂടി പ്രയത്നമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ തിളക്കമാർന്ന വിജയം. അതുകൊണ്ട് ഈ അവസരത്തിൽ വിജയിച്ച എല്ലാ ആളുകളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇക്കഴിഞ്ഞ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കും ഉയർന്ന വിജയം കരസ്ഥമാക്കിയവർക്കും അതുപോലെ വിവിധ സ്കോളർഷിപ്പുകൾ നേടിയവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിജയം ഭാവിയിൽ ഉയർന്ന വിജയങ്ങൾ നേടുന്നതിന് പ്രചോദനമാകട്ടെ എന്നും ആശംസിക്കുന്നു.
ബഹുമാന്യരെ, ഈ അനുമോദന ചടങ്ങ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇനിയും ഉയർന്ന സ്ഥാനങ്ങളിൽ ഉയർന്ന ചവിട്ടുപടികൾ നേടി ജീവിതത്തിലെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിൽ പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ബിജു സാർ, പ്രിൻസിപ്പൽ നിഷ മാഡം, ഹെഡ് മാസ്റ്റർ ബാബു സാർ, മുൻ പ്രിൻസിപ്പൽമാരായ സത്യൻ സാർ, അതുപോലെ മുൻ HM ആയ സുരേന്ദ്രൻ സാർ, ഇപ്പോൾ അഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യാണ് അദ്ദേഹം. അതുപോലെ മുഖ്യ അതിഥി നമ്മൾ വടകര DEO വാസു മാസ്റ്റർ, അതുപോലെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഔപചാരികമായി നന്ദി പറയുന്നു. താങ്ക് യു.